ഹരി ഓം. കൃഷ്ണം വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 23 ശ്ലോകം 10 മുതലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം ശാന്തി ശാന്തി ശാന്തി. യന്ത്രവ്രജന്തമനുപേതമുപേതകൃത്യം ദ്വൈപായനോ വിജകകാതരയാദിഭാഗ പുത്രേതി തന്മയതയാദരവോകിനേദിസ്തം സർവഭൂതഹൃദയം. സമാദരണീയരായ എല്ലാ ഭക്തർക്കും വിനീതമായ പ്രണാമം. സ്കന്ധം 23-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം എടുക്കുന്നു. 9 വരെയാണ് കഴിഞ്ഞ ദിവസം എഴുതി വെച്ച് നമ്മൾ 10-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കരുത്. ദേവഹൂതിയുടെ മറുപടിയാണ്. കന്ദമൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവഹൂതിയുടെ മറുപടിയാണ്. ദേവഹൂതിരുവാച രാർത്ഥം മോഖയോഗ മായാധിപേത്വയി വിഭോ തദവൈമ ഭക്ത യപ്തഭ്യഥായി സമയം ഭഗതംഗഭംഗോ ഭൂയാത്യരീയേഷു ഗുണപ്രഭോത്പദീനം. രാർത്ഥം ച സിദ്ധിച്ചിരിക്കുന്നു, സിദ്ധമായി, രാർത്ഥം സിദ്ധിച്ചിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. ബത്ത ആശ്ചര്യം. ദ്വിജവൃഷ ഏതത് അമോഘയോഗമായാധിപേത്വയി വിഭോ. ദ്വിജവൃഷ സംബോധനയാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന്. ഹേ ദ്വിജവൃഷ, ഏതത് അമോഘ യോഗമായാധിപേ, ഇത് അമോഘമായ സഫലമായ മായാശക്തികളുടെ ജനിപ്പിക്കുന്ന മായയുടെ അധിപനായിരിക്കുന്ന അങ്ങേ. അമോഘയോഗ മായാധിപേ, സഫലങ്ങളായ ശക്തികളെ ജനിപ്പിക്കുന്ന മായാധിപനായ ത്വയി അങ്ങയിൽ. ഏതത് രാർത്ഥം, ഇത് സിദ്ധമാണ്. ഹേ ദ്വിജവൃഷ, അമോഘയോഗമായ അധിപേത്വയി ഏതത് രാർത്ഥം ബത. സഫലമായ യോഗങ്ങൾ അനുഷ്ഠിക്കുന്ന മായാധിപതിയായ, മായയെ തിരിച്ചറിയുന്നവനായ അങ്ങയുടെ ഏതത്, ഈ വാക്കുകൾ സഫലങ്ങളായി എനിക്ക് സിദ്ധമായിരിക്കും. ഹേ വിഭോ തത് അവൈമി ഭക്ത. ഹേ വിഭു ഭക്ത സംബോധനയാണ്. വിഭുവായ, എല്ലാത്തിനും സമർത്ഥനായവരാണ് വിഭു എന്ന വാക്കിന്റെ അർത്ഥം. ആയ ഹേ ഭർത്താവേ, തത് അവൈമി, അത് ഞാൻ അറിയുന്നു. തദവൈമി, അതറിയുന്നു. എല്ലാത്തിനും സമർത്ഥനായിരിക്കുന്ന, ഏത് യോഗത്തെ അനുഷ്ഠിക്കാനും സമർത്ഥനായിരിക്കുന്ന ഹേ ഭർത്താവേ, അങ്ങയുടെ ഈ വൈഭവം ഞാൻ ശരിക്കും തിരിച്ചറിയുന്നു. യസ്തേ അഭ്യഥായി, യാതൊന്നാണോ അങ്ങ് പറഞ്ഞത്. യഹാതേ അഭ്യഥായി, യാതൊന്നാണോ അങ്ങ് അഭിധാനം ചെയ്തത്, പറഞ്ഞത്. സമയ പകൃത് അംഗഭംഗ, ഒരിക്കൽ അംഗഭംഗത്തിന്റെ സമയം ഉണ്ടാകും എന്ന്. പകൃത് ഒരിക്കൽ, അംഗഭംഗ അംഗവുമായി ചേർച്ചയുണ്ടാവാൻ. സമയ ഭവിച്ചത്
ഗരീയഫി ഗുണപ്രഭവതീനാം, ഗരീയഫി ഗരിഷ്ഠമായ ശ്രേഷ്ഠമായ അങ്ങയോടുള്ള അംഗഭംഗം അംഗസ്പർശം ആവാം എന്ന് അങ്ങ് യാതൊരു സമയമാണോ നിശ്ചയമാണോ ചെയ്തത്. സമയഹ ഇവിടെ നിശ്ചയ എന്നർത്ഥം. അത് അങ്ങ് പറയുകയും നിശ്ചയിച്ചു എന്നോട് പറയുകയും ചെയ്തു. അത് മഹാനായ ഒരു ഭർത്താവിന് മാത്രമേ പറ്റുള്ളൂ. ഗരീയ ഫീ ഫതീനാം പ്രഭവ, പതിവ്രതകൾക്കുണ്ടാകുന്ന സന്താനലാഭം എന്ന ഉത്കൃഷ്ട ഗുണമാണ്. അങ്ങയുടെ ശരീരസ്പർശം എനിക്കുണ്ടാകുന്നു എന്ന് അങ്ങ് ചിന്തിക്കുകയും അത് പറയുകയും ചെയ്തപ്പോൾ പതിവ്രതമാർക്ക് ഭർത്താവിനെ കൊണ്ട് സാധിക്കാനുള്ളത് ഒരു സന്താന ലാഭമാണ്. അതെനിക്ക് ഉറപ്പായിരിക്കുന്നു, അതെനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് പറഞ്ഞല്ലോ ഇനിയും നമ്മൾക്ക് ഒന്നിച്ചു കൂടി ചേർന്ന കാമഭോഗങ്ങൾ അനുഭവിക്കാനുള്ള നിശ്ചയം അങ്ങ് എടുത്തു കഴിഞ്ഞു. ആശ്ചര്യമായിരിക്കുന്നു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇങ്ങനെ തപസ് ചെയ്ത് കാലം കഴിയും എന്നാണ് വിചാരിച്ചത്. ഇതാ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നു. എൻ്റെ അംഗസ്പർശത്തിനോടുള്ള താല്പര്യത്തെ പ്രകടമാക്കിയിരിക്കുന്നു. അത് ഫതികൾക്ക് സന്താന ലാഭത്തിനുള്ള യോഗമാണ് അങ്ങയുടെ അംഗസ്പർശം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. വിവാഹത്തിന്റെ ലക്ഷ്യം ഒരു സന്താന ലാഭമാണ്, കാമകേളികളോ മാത്രം അല്ല. അങ്ങനെ ധരിച്ചു വശായിരിക്കുന്ന ചെറുപ്പക്കാരാണ് ഇന്നുള്ളവരൊക്കെ. വിവാഹം മാത്രം മതി, സന്താനം വേണ്ട എന്നുള്ള ചിന്തയിലാണ്. അവിടെയാണ് വിവാഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സത്സന്താനത്തെ ലഭിച്ച് കുലങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തൽ മാത്രമാണ്. അല്ലാതെ കുറെ കാമകേളികൾ അരങ്ങേറാൻ വേണ്ടിയുള്ള ഒരു കൂത്തരങ്ങല്ല ദാമ്പത്യ ജീവിതം എന്ന് ഇവിടെ ആദ്യത്തെ ദമ്പതിമാർ നമ്മെ ശരിക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഈ വഴി കൂടെയൊക്കെ ഈ കഥ വ്യാസം കൊണ്ടുപോയത്. രാദ്ധംബദമോഖയോഗമായാധിപേത്വയി വിഭോതവൈമ്യ ഭർത്താം യസ്തെ അഭ്യഥായി സമയ ഭഗതംഗഭംഗോ ഭൂയാദ്ഗരീയേഷു ഗുണ പ്രസവസതീനാം. ഹേ ദ്വിജവൃഷാം, വിഭോ ഭർത്ത, അമോഘയോഗമായാധിപേ ത്വയി ഏതദിരാർത്ഥം തത് അവൈമി ഭഗത് അംഗഭംഗഃ യഃ സമയഃ തേ അഭ്യഥായി ഭൂയാത് ഗരീയഫി പതീനാം പ്രഭവഃ ഗുണഃ. നിരാർത്ഥം ബദദ്യവൃഷൈതമോഘയോഗമായാധിപേ ത്വയി വിഭോ തദവൈമ്യ ഭർത്താം യസ്തേഭ്യഥായി സമയഃ ഭഗതംഗഭംഗോ ഭൂയാദ്ഗരീയഫി ഗുണപ്രസവസ്വതീനാം. രാദ്ധം ബദദ്യവൃഷൈതമോഘയോഗമായാധിപേ ത്വയി വിഭോ തദവൈമ്യ ഭർത്താം യസ്തേഭ്യഥായി സമയഃ ഭഗതംഗഭംഗോ ഭൂയാദ്ഗരീയഫി ഗുണപ്രസവസ്വതീനാം. തത്രേതികൃത്യമുപശിക്ഷ യഥോപദേശം ഏനൈഷമേ കർഷിതോതിരംശയാത്മാം സിദ്ധ്യേതദേകതമനോഭവധർഷിതായാം ദീനസ്തദീശഭവനം സദൃശം വിചക്ഷ്വാം. തത്ര ഇതി കൃത്യം ഉപശിക്ഷ. ഈ ഭോഗാനുഭവത്തിൽ ഇങ്ങനെ യഥോപദേശം ഉപദേശമനുസരിച്ചിട്ട് ഇതികൃത്യം വേണ്ട കാര്യത്തെ ഉപശിക്ഷ സങ്കല്പിച്ചാൽ അങ്ങയുടെ അംഗസ്പർശം എനിക്ക് ലഭിക്കാൻ പാകത്തിന് നമ്മൾ തമ്മിലുള്ള സംയോഗത്തിന് വേണ്ടി യഥോപദേശം കാമശാസ്ത്രം ഉപദേശിക്കുന്നത് പോലെ എങ്ങനെയൊക്കെയാണ് കാമലീലകൾ വേണ്ടതെന്ന് ഉപദേശിക്കുന്ന ഒരു വലിയ ഋഷിയുടെ ഗ്രന്ഥമാണ് കാമശാസ്ത്രം. അത് പറയുന്നത് പോലെയുള്ള
ഇതി കൃത്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സമ്പാദിക്കാൻ ഉപശിക്ഷ അങ്ങ് സങ്കല്പിച്ചാലും ഏന ഏഷ മേ കർഷിതോ യാതൊന്നുകൊണ്ടാണോ മേ എന്റെ കർഷിതമായ ക്ഷീണിച്ചിരിക്കുന്ന അതിരിരംഭയ ആത്മാ രംഭ രതിക്കുള്ള ആഗ്രഹം എന്നാണ്. രന്തും ഇച്ഛ രിരംഭ രിരംഭയ രമിക്കുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് അതിരിരംഭയ അധികമായ രത്യാശ കൊണ്ട് കർഷിത ഞാൻ കൃഷകാത്രയായി ക്ഷീണിച്ചു. ഏന ഏഷമേ കർഷിതോ അതിരിരംഭയ ആത്മാ സിദ്ധേതേ കൃത മനോഭവധർഷിതായാഹ മനോഭവകർഷിതായാഹ കാമൻ നിമിത്തം ഉണ്ടായ വികാരം അത് അങ്ങേ അധികരിച്ചിട്ടാണ് കാമൻ എനിക്ക് വികാരം ഉണ്ടാക്കിയത്. തേ കൃത മനോഭവധർഷിതായാഹ മനോഭവനെ കൊണ്ട് ധർഷിതമായ കാമനെ കൊണ്ട് ജ്വലിക്ഷോഭിച്ചിരിക്കുന്ന എന്റെ വികാരത്തെ സിദ്ധേത സിദ്ധിക്കട്ടെ. ദീനഃ തദീശ ഭവനം സദൃശം വിചക്ഷ ദീനഃ ദീനനായ ബലം കുറഞ്ഞവനായ തത് ഈശ അതുകൊണ്ട് ഹേ ഈശ തത് ഈശ ഭവനം സദൃശം വിചക്ഷ സദൃശമായ ഒരു വീട് ഉണ്ടാവണമെന്ന് വിചക്ഷ സങ്കല്പിക്കും. നമ്മൾക്ക് കാമലീലകൾ നടത്തുവാൻ പര്യാപ്തമായ ഒരു വീടൊന്നുമില്ല. എല്ലാം അവിടെ പാറപ്പുറത്തും മണ്ണിലും ഒക്കെയാണ്. ഇനിയും അംഗസ്പർശം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച സ്ഥിതിക്ക് രതിസമർത്ഥകമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ പാനം വേണം, ഭോജനം വേണം, ഭക്ഷണം വേണം, രാസക്രീഡയ്ക്ക് ഉചിതമായൊരു വീട് വേണം. ഇതൊക്കെ അങ്ങിപ്പോ ചെയ്യേണ്ടതാണ്. അതാത് കാര്യം സാധിക്കാൻ ആവശ്യമായ കാലമാണ് ആദ്യം വേണ്ടത്. ആ എല്ലാ പുരുഷാർത്ഥങ്ങളും സാധിക്കാൻ ശരീരത്തിന്റെ രക്ഷയും നിലനിൽപ്പും ആവശ്യമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം നാലിനും ശരീരമാണ് പ്രധാനപ്പെട്ട ഉപകരണം. ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വേണം. എങ്കിൽ മാത്രമേ കാമലീലയ്ക്കുള്ള ഉത്തേജകം ആവുകയുള്ളൂ. ഇപ്പൊ അതെല്ലാം ക്ഷയിച്ചിരിക്കുകയാണ്. ഇനിയും അങ്ങനെ ആകുന്നു എന്നാണെങ്കിൽ അതിന് തക്ക ഭക്ഷണം വേണം, അതിന് തക്ക പാനീയം വേണം, അതിന് ഉപയുക്തമായൊരു വീട് വേണം. ഭവനം സദൃശം വിചക്ഷ വിചാരിച്ചോളൂ. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള രതിലീലകളിലേക്ക് പ്രവേശിക്കാൻ പാകമാകും. തത്രേതി കൃത്യമുപശിക്ഷയഥോപദേശം ഏനൈഷമേ കർഷിതോ അതിരിരംഭയാത്മാം സിദ്ധേതേകതമനോഭവധർഷിതായാം ദീനസ്തദീശഭവനം സദൃശം വിചക്ഷ്വാം. തത്ര യഥോപദേശം ഇതി കൃത്യം ഉപശിക്ഷാം ഏന തേ മനോഭവധർഷിതായാഹ മേ അതിരിരംഭയാ കർഷിതഃ ദീനഃ ആത്മാ സിദ്ധേത. ഈശഃ സദൃശം ഹേ ഈശ സദൃശം ഭവനം വിചക്ഷു. തത്രേതി കൃത്യമുപശിക്ഷയഥോപദേശം ഏനേഷ മേ കർഷിതോതിരംഭയാത്മാം സിദ്ധേതേകതമനോഭവധർഷിതായ ദീനസ്തദീശഭവനം സദൃശം വിചക്ഷ്വാം. തത്രേതി കൃത്യമുപശിക്ഷയഥോപദേശം ഏനൈഷ മേ കർഷിതോതിരംഭയാത്മാം സിദ്ധേതേകതമനോഭവധർഷിതായാം ദീനസ്തദീശഭവനം സദൃശം വിചക്ഷ്വാം. തത്രേതി കൃത്യമുപശിക്ഷയഥോപദേശം ഏനൈഷ മേ കർഷിതോതിരംഭയാത്മാം സിദ്ധേതേകതമനോഭവധർഷിതായാം
ദീനസ്തീശഭവനം സദൃശം വിചക്ഷുവാൻ. ഇത്രയുമാണ് ദേവഹൂതി കർദമനോട് പറഞ്ഞത്. ഇനി മൈത്രേയൻ ഇടയ്ക്കുള്ള വാക്കി കഥ പറയാൻ കയറിയിരിക്കുകയാണ്. മൈത്രേയ ഉവാച പ്രിയായ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമസ്ഥിതാം വിമാനം കാമകം ക്ഷത്ത തർഹേവ വിരചീകരത്. പ്രിയായ തന്റെ പ്രിയായ ദേവഹൂതിയുടെ പ്രിയം അന്വിച്ഛൻ, ഇഷ്ടത്തെ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് കർദമൻ യോഗമാസ്ഥിത, കർദമൻ യോഗസ്ഥിതനായിരുന്നു, യോഗത്തിൽ ആസ്ഥിതനായിരുന്നു. എന്നിട്ട് കാമകം വിമാനം, ഇഷ്ടം പോലെ സഞ്ചരിച്ചു പോകാവുന്ന ഒരു വിമാനം, ഹേ ക്ഷത്തഃ അല്ലയോ വിതുര, തർഹ്യേവ ആവിരചീകരത്, അപ്പൊ തന്നെ ആവിർഭവിപ്പിച്ചു. ആദ്യം ചെയ്തത് ഭൂമിയിൽ വീടുണ്ടാക്കിയ ഇവിടെ മാത്രമേ താമസിക്കാൻ പറ്റൂ. ഒരു വിമാനം വീടാക്കിയാലോ എവിടൊക്കെ വേണമെങ്കിൽ പോകാമല്ലോ. നോക്കൂ, ഈ കർദമന്റെ സങ്കല്പത്തിന്റെ ബലവും ശക്തിയും. വിമാനം എന്ന ഒരു വീട് തന്നെ ഉണ്ടാക്കി, അത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഒരു വിമാനം അവിടേക്ക്. ഇനിയും ആ വിമാനത്തിന്റെ ഒരു മഹത്വം, അതിൻ്റെ അകത്ത് പൈലറ്റ് ഒന്നും വേണ്ട. ഇനിയിപ്പോ അങ്ങനെ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാം. കാരണം അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ആൾക്കാരെ മനസ്സുകൊണ്ട് ഇന്നടത്ത് പോകണം എന്ന് സങ്കല്പിച്ചാൽ വിമാനം അവിടെ ചെന്ന് നിർത്തും. അതാണ് കാമകം. കാമം അനുസരിച്ച് ഗമിച്ചു പോകുന്ന ഒരു വിമാനത്തെയാണ്. അപ്പൊ ഇനി ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വിമാനത്തിൽ, പൈലറ്റുകളൊന്നുമില്ല. ഇനി ഇവർക്ക് ഇഷ്ടം പോലെ എവിടൊക്കെ പോകണോ അവിടൊക്കെ പോകാം. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും. ഇപ്പൊ നമ്മൾ പൈപ്പിനെ എവിടെ ചെന്ന് കൈ പിടിക്കുമ്പോൾ എന്താണ്, വെള്ളം വേണമെന്ന് ആഗ്രഹിച്ചാൽ അപ്പൊ വെള്ളം തന്നെ വരും. അങ്ങനെ ചില സെൻസറുകൾ നമ്മൾ വാതിലിനും പൈപ്പിനും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതാ വൈകാതെ ഇവിടേക്കൊക്കെ എത്താവുന്ന ഗ്യാസിന് എന്നെ കണ്ടുപിടിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആളില്ലാതെ പോകുന്ന വിമാനം, ഇഷ്ടമുള്ളത് നിർത്താൻ പറ്റുന്ന വിമാനം. കാമകം വിമാനം തർഹ്യേവ ആവിരചീകരത്, അപ്പൊ തന്നെ ആവിർഭവിപ്പിച്ചു കർദമൻ. പ്രിയായ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതം വിമാനം കാമകം ക്ഷത്ത തർഹ്യേവ അവിരചീകരത്. പ്രിയായ പ്രിയമന്വിച്ഛൻ കർദമഃ യോഗമാസ്ഥിതഃ ഹേ ക്ഷത്ത തർഹ്യേവ കാമകം വിമാനം ആവിരചീകരത്. പ്രിയായ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതം വിമാനം കാമകം ക്ഷത്ത തർഹ്യേവ അവിരചീകരത്. പ്രിയായ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതം വിമാനം കാമകം ക്ഷത്ത തർഹ്യേവ അവിരചീകരത്. പർവകാമദുഃഖം ദിവ്യം പർവരത്നസമന്വിതം ഉപജയോദർക്കം മണിസ്തംഭേരുപസ്കൃതം. ആ വിമാനം എങ്ങനെയുള്ളതാണെന്ന് വർണ്ണിക്കാൻ. പർവകാമദുഃഖം, എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചിരുന്നതാണ്. അതിൽ നിന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി, എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ തന്നെ വരും. വെള്ളം മാത്രമല്ല, എന്തൊക്കെയാണോ വേണ്ടത് അത് സങ്കല്പിച്ചാൽ അതൊക്കെ വിമാനത്തിൽ തന്നെ വരും. പർവകാമദുഃഖം, അത് ദിവ്യമാണ്. ദ്യോവിൽ നിന്നും വന്നതാണ് ഈ വിമാനം. ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് വിട്ടതല്ല, മുകളിൽ നിന്ന് താഴേക്ക് വന്ന വിമാനമാണ്, ദിവ്യമാണ്. സർവ രത്ന സമന്വിതം, എല്ലാ രത്നവും അതിൽ പതിച്ചിട്ടുണ്ട്. സർവ വൃദ്ധി ഉപജയ ഉദർക്കം സർവോപജയോദർക്കം. സർവ വൃദ്ധി, എല്ലാ പ്രകാരത്തിലുമുള്ള സമൃദ്ധി, സർവർത്ഥി. ഉപജയോദർക്കം, ഉത്തരോത്തരം അഭിവൃദ്ധിയുള്ളതാണ്. ഉപജയം അഭിവൃദ്ധി, ഉദർക്കം വീണ്ടും വീണ്ടും. ഉത്തരോത്തരം അഭിവൃദ്ധിയുള്ളതും മണിസ്തംഭേഹി ഉപസ്കൃതം, രത്നമയമായ തൂണുകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമാണ് ആ വിമാനം. മണിസ്തംഭേഹി ഉപസ്കൃതം, മണിസ്തംഭങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് പോലും ഇന്ന് സങ്കല്പിക്കാനാവാത്ത ഒരു വിമാനമാണ്. പക്ഷെ ഭാവിയിൽ ഇതൊക്കെ വന്നേക്കാം.
എന്താണ് രത്ന തൂണുകൾ സ്വർണവും രത്നവും കൊണ്ട് അലങ്കരിച്ചത്. അകത്ത് കയറി എന്താ ഗ്രഹിച്ചാലും അതൊക്കെ അവിടെ വരും. എല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും അടയാളമായിട്ടുള്ള ഒരു വിമാനമാണ് കർദമൻ സങ്കല്പിച്ചു വരുത്തിയത്. സർവകാമദുഃഖം ദിവ്യം സർവരത്നസമന്വിതം സർവർച്ഛുപജയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. സർവകാമദുഃഖം സർവരത്നസമന്വിതം സർവവൃദ്ധി ഉപചയ ഉദർക്കം. സർവവൃദ്ധി ഉപചയ ഉദർക്കം സർവർച്ഛുപചയോദർക്കം മണിസ്തംഭൈഃ ഉപസ്കൃതം. മണിസ്തംഭൈരുപസ്കൃതം സർവകാമദുഃഖം സർവരത്നസമന്വിതം സർവർച്ഛുപചയോദർക്കം മണിസ്തംഭൈഃ ഉപസ്കൃതം. സർവകാമദുഃഖം ദിവ്യം സർവരത്നസമന്വിതം സർവർച്ഛുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. സർവകാമദുഃഖം ദിവ്യം സർവരത്നസമന്വിതം സർവർച്ഛുപചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിപതാകാഭി വിചിത്രാഭിരലങ്കൃതം. ദിവ്യോപകരണോപേതം ദിവ്യങ്ങളായ ഉപകരണങ്ങൾ നിറഞ്ഞതാണ്. ദിവ്യം ദ്യോവിലുള്ള ഉപകരണങ്ങളാണ്. ഉപകരണങ്ങൾ പാത്രങ്ങൾ. വീടല്ലേ, പാകം ചെയ്യണം, കഴിക്കണം, കിടന്നുറങ്ങണം, ഇതിന് വേണ്ടതെല്ലാം എൻ്റെ താല്പര്യം. ഇന്നിപ്പോ നമ്മൾ അങ്ങനെ എന്താണ് ബോട്ടും കപ്പലും ഒക്കെ ആക്കിയെടുത്ത് ഇനി വിമാനവും ഇതുപോലെ തന്നെ ഏതാണ്ട് കുറേശ്ശൊക്കെ ആയിട്ട് അങ്ങനെ ആക്കത്തക്ക മട്ടിൽ അതിനകത്ത് ഇപ്പൊ ഭക്ഷണം കിട്ടും, ഇന്ന് ഭക്ഷണം കഴിക്കാം, ഉറങ്ങാം, ഒക്കെ ചെയ്യാം. അങ്ങനെ ദിവ്യോ ഉപകരണോപേതം സർവകാല സുഖാവഹം എല്ലാ കാലത്തിലും ഒരുപോലെ സുഖം അനുഭവിക്കാം. വേനൽക്കാലം അറിയത്തില്ല, വർഷകാലം അറിയത്തില്ല, മഞ്ഞുകാലം അറിയത്തില്ല, ആകെപ്പാടെ ഒരൊറ്റ കാലമേ അനുഭവിക്കാൻ പറ്റൂ. എന്താണ്? തണുപ്പ് മാത്രം, ഏഷ്യുണ്ട്, ഇത് മാത്രം. ഇതാണ് സർവകാല സുഖാവഹം, എല്ലാ കാലത്തിലും സുഖമുണ്ടാക്കുന്നതും. പട്ടികാഭിപതാകാഭിഹി, പട്ടിക എന്ന് വെച്ചാൽ വീതി കുറഞ്ഞതിനുള്ള അർത്ഥം. സംസ്കൃത വാക്കാ പട്ടിക. നമ്മൾ മലയാളത്തിൽ പട്ടിക വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് നമുക്കതേ പരിചയം വരുവുള്ളൂ. വീതി കുറഞ്ഞ പതാകാഭിഹി, പതാകകളെ കൊണ്ട്, എന്നുവെച്ചാൽ ചെറിയ വീതി കുറഞ്ഞ കൊടിക്കൂറകളെ കൊണ്ട് അലങ്കരിച്ചതാണ് ഈ വിമാനം. പട്ടികാഭി പതാകാഭിഹി വിചിത്രാഭിഹി അലങ്കൃതം. വിചിത്രങ്ങളായ പട്ടികകളുള്ള പതാകകളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമാണ് ആ വിമാനം. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിപതാകാഭിർവിചിത്രാഭിരലങ്കൃതം. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം വിചിത്രാഭിഹി പട്ടികാഭിഹി പതാകാഭിഹി അലങ്കൃതം. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിപതാകാഭിർവിചിത്രാഭിരലങ്കൃതം. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിപതാകാഭിർവിചിത്രാഭിരലങ്കൃതം. വിചിത്രമാല്യാഭിർ മഞ്ജു സിന്ധക്ഷടംഘ്രിഭിः തുകൂലക്ഷൗമകൗശേയൈ നാനാവസ്ത്രൈരലങ്കൃതം. സ്രഗ്ഭിः മാലകളാൽ, വിചിത്ര മാല്യാഭിः മഞ്ജു സിഞ്ചക്ഷടംഘ്രിഭിः. വിചിത്ര മാല്യാദികൾ, നാനാവർണ്ണത്തിലുള്ള മാലകൾ ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ. വിചിത്രാഭിഹി മാല്യാഭിഹി സ്രഗ്ഭിഹി, മാല്യം, മാലയുണ്ടാക്കാൻ ആവശ്യമായ ഉപകരണമാണ് മാല്യം. സ്രഗ് മാലയാണ്. വിചിത്രങ്ങളായ മാലകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഉപകരണങ്ങളോട് കൂടിയ മാലകളാൽ മഞ്ജു, മനോഹരമായ, ഫിഞ്ചത്, ശബ്ദമുണ്ടാക്കുന്ന, ഷഡംഘ്രിഭിഹി, വണ്ടുകളോട് കൂടിയതുമായ
മനോഹരമായ മണമുള്ള സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് മാല കോർത്ത് അതിന്റെ മണം കൊണ്ട് അന്തരീക്ഷത്തിൽ കൂടി വണ്ടുകൾ ഓടി വരും ഈ പൂവിന്റെ മണം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഷഡംഘ്രി എന്ന് വെച്ചാൽ വണ്ട്. ഷഡ്പദം, 6 കാലുള്ളത് ഷഡ്പദങ്ങളുടെ പേരാണ്. ഷഡംഘ്രി, ഷഡ്പദം രണ്ടും ഒന്ന് തന്നെയാണ്. ദുകൂലക്ഷൗമ കൗശേഹി. ദുകൂലം, ക്ഷൗമ, കൗശേയങ്ങൾ. ദുകൂലം നേർത്തവയാണ്. ക്ഷൗമ കൗശേയം, ക്ഷൗമെന്ന് പേരുള്ള ഒരു പ്രത്യേക ചെടികളിൽ നിന്നും എടുക്കുന്ന പരുത്തി നൂലുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പട്ടുവസ്ത്രം. അതിന് പ്രത്യേക സോഫ്റ്റാണ്. ദുകൂല ക്ഷൗമ കൗശേഹി നാനാവസ്ത്രൈഹി അലങ്കൃതം. ബഹുതരത്തിലുള്ള വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. വളരെ സൂക്ഷ്മമായ രോമം കൊണ്ട്, ചണനാരുകൊണ്ടും പട്ടുനൂൽപ്പുഴുക്കളിൽ നിന്നുണ്ടാകുന്ന നൂലുകൊണ്ടും നിർമ്മിച്ച വിശേഷ വസ്ത്രങ്ങൾ. 3 തരത്തിലുള്ള നൂലുകൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇത് ഉടുത്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇനിയും ഇത് ചെയ്ത് കാമരീതി അനുഭവിക്കുക. നോക്കൂ, മുമ്പ് കണ്ട കർദമനും മുമ്പ് കണ്ട ദേവഹൂതിയല്ല. ഇതിൽ പരം സുഖഭോഗങ്ങൾ ലോക ജീവിതത്തിന് അനുഭവിക്കാനില്ല. അതൊക്കെ ഇഷ്ടം പോലെ ഇവരെ അനുഭവിക്കാൻ പോവാണ്. പക്ഷെ തപസ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞാലേ ഇത് വേണ്ട വിധത്തെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെ ഇതൊക്കെ ഉണ്ടാവും, ഒന്നും അനുഭവിക്കാനുള്ള യോഗമുണ്ടാവില്ല. തപസ് കൊണ്ട് ഇതിനെ വേണ്ട പോലെ അനുഭവിക്കാൻ പാകപ്പെട്ടു അവരുടെ അർത്ഥം. അതുകൊണ്ടാണ് രോമങ്ങളുണ്ട്, പട്ടുനൂൽപ്പുഴുക്കളുടെ നൂലുണ്ട്, ചണനൂലുണ്ട്, ദുകൂല ക്ഷൗമ കൗശേയങ്ങളെ കൊണ്ടുണ്ടാക്കിയ നാനാവസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതാണ് ആ വിമാനം. വിചിത്രമല്യാഭർ മഞ്ജുസിഞ്ചടംഘ്രി ദുകൂല ക്ഷൗമ കൗശേയായി നാനാവസ്ത്രൈരലങ്കൃതം. വിചിത്രമാല്യാഭി മഞ്ജു സിഞ്ചടംഘ്രിഭി സ്രഗ്ഭിഃ ദുകൂലക്ഷൗമ കൗശേയൈഃ നാനാവസ്ത്രൈഃ അലങ്കൃതം. വിചിത്രമാല്യാഭർ മഞ്ജുസിഞ്ചടംഘ്രിഭി ദുകൂലക്ഷൗമ കൗശേയ നാനാവസ്ത്രൈരലങ്കൃതം. വിചിത്രമാല്യാഭർ മഞ്ജുസിഞ്ചടംഘ്രിഭി ദുകൂലക്ഷൗമ കൗശേയ നാനാവസ്ത്രൈരലങ്കൃതം. ഉപര്യുപരി വിന്യസ്തനിലയേഷു പൃഥക് പൃഥക് ക്ഷിത്തൈ കശുപുഭിഃ കാന്തം പര്യംഗവ്യജനാസനൈഃ. ഉപര്യുപരി, അതിന് 1, 2, 3 നിലയല്ല, 6, 7 നിലയുള്ള വിമാനമാണ്. നോക്കൂ, അതൊന്നും വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ വിമാനത്തിന് 1 നിലയുള്ളൂ. ഇനിയല്ല, ഉപര്യുപരി 2, 3, 4 നിലകളുള്ള വിമാനങ്ങളാണ്. അതിൽ കയറുകയും ചെയ്യാം. ഉപര്യുപരി വിന്യസ്ത നിലയേഷു, അവിടെയൊക്കെ കിടപ്പറകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുണ്ട്, ഇടയ്ക്കുണ്ട്, അതിന് മുകളിലുണ്ട്, അതിന് മുകളിലുണ്ട്. ഓരോ തട്ടുകളിലും വിന്യസ്തമായ നിലയങ്ങളിൽ പൃഥക് പൃഥക് വേറെ വേറെ ക്ഷിപ്തൈഹി വെച്ചിരിക്കുന്ന കശുപുഭിഹി കശുപുക്കളെ കൊണ്ട്. കശുപു എന്ന് പറഞ്ഞാൽ ശയനമാണ്, കിടക്കയാണ്. ഓരോരോ നിലകളിലുമുള്ള കിടപ്പുമുറികൾ ഓരോ തരത്തിലുള്ള കട്ടിലും എന്താണ് മെത്തയും അണിഞ്ഞൊരുക്കി വെച്ചു. ആർക്കാണ്? കർദമനും ദേവഹൂതിക്കും. നോക്കൂ, ഇതിൽ പല ഒരു സുഖഭോഗം എവിടുന്ന് അനുഭവിക്കാൻ കിട്ടും? ലോകത്തിൽ ഒരാളും അനുഭവിക്കാത്ത സുഖമാണ് ഇവരനുഭവിക്കാൻ പോകുന്നത്. കശുപുഭി കാന്തം പര്യംഗവ്യജനാസനൈ. ഈ പര്യങ്കങ്ങൾ, കട്ടിലുകൾ, വ്യജനങ്ങൾ, വിശറികൾ, വെഞ്ചാമരങ്ങൾ, ആസനങ്ങൾ, ഇരിപ്പിടങ്ങൾ, പീഠങ്ങൾ, ഇതൊക്കെ അവിടെ ഉണ്ടായി.
ഓരോ മുറിയിലും ഇതെല്ലാം ഉണ്ട്. ഓരോ മുറിയിലും കട്ടിലുണ്ട്, മെത്തയുണ്ട്, തലയണയുണ്ട്, മേശയുണ്ട്, കസേരയുണ്ട്, പിന്നെന്താണ് വീശാനുള്ള വിശറി ഉപകരണം. ഇത്രയും ഓരോ മുറിയിലും വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തുള്ള വിമാനം അത്. ആ വിമാനത്തിൽ ഇവർക്ക് മാറി മാറി സുഖഭോഗങ്ങൾ അനുഭവിക്കാം. ഏത് തട്ടിൽ വേണമെങ്കിൽ കയറാം, ഏത് കിടക്കയിൽ വേണമെങ്കിൽ കിടക്കാം, എന്തൊക്കെ സുഖഭോഗങ്ങൾ അനുഭവിക്കാം. ഉപജുപരിവിന്യസ്തനിലേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈ കശുഭിഃ കാന്തം പര്യംഗം വ്യജനാഫനൈ. ഉപജുപരി വിന്യസ്തനിലേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈഃ കശുഭിഃ പര്യംഗവ്യസനാദിഭിഃ കാന്തം. ഉപജുപരി വിന്യസ്തനിലേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈ കശുഭിഃ കാന്തം പര്യംഗവ്യജനാഫനൈ. ഉപര്യുപരി വിന്യസ്തനിലേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈ കശുഭിഃ കാന്തം പര്യംഗവ്യജനാഫനൈ. ഈ കശുപു നമുക്ക് പരിചയം വരുന്നത് ഹിരണ്യകശിപു എന്ന വാക്കിലാണ്. അത് കേട്ട് പരിചയമുള്ള വാക്കാണ്. ഹിരണ്യം സ്വർണമാണ്. സ്വർണ്ണക്കിടക്കയുള്ള ആളാണ് ഈ ഹിരണ്യകശിപു. സ്വർണ്ണ സിംഹാസനം വരെ എല്ലാവർക്കും ഉണ്ടാവാറുള്ളൂ. പക്ഷെ സ്വർണ്ണക്കട്ടില് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഹിരണ്യകശിപു എന്ന അദ്ദേഹത്തിന് പേര് കൊടുക്കാൻ കാരണം എന്നാണ്. ഹിരണ്മയമായ കശിപു ഉള്ളവൻ. തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരകതസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭീം. തത്ര അവിടെ എവിടെയായി വിനിക്ഷിപ്തം ഉണ്ടാക്കപ്പെട്ട നാനാശില്പോപശോഭിതം പലതരത്തിലുള്ള ശില്പങ്ങൾ കൊണ്ട് ശോഭിക്കുന്നതാണ്. ഓരോ മുറികളിലും പലതരത്തിലുള്ള ശില്പഭംഗികൾ ചെയ്യുന്ന ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ചിത്രങ്ങള് ശില്പഭംഗിയുള്ള പ്രതിമകൾ ഓരോ മുറിയിലും ഉണ്ട്. ഇതൊക്കെ ഇന്ന് അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതല്ല. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് വ്യാസൻ ഒരു കിടക്കമുറിയിൽ എന്തൊക്കെ വേണമെന്ന് കണ്ടുപിടിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു മഹർഷിക്കാ പറ്റിയത്, അല്ലാതെ പുതിയ ആൾക്കാർക്ക് അല്ലാതെ. നാനാശില്പോപശോഭിതം മഹാ മരതകസ്ഥല്യാഹ. മരതകരത്നം പതിച്ച സ്ഥലം. നിലത്തൊക്കെ എന്താണ് ഇട്ടിരിക്കുന്ന ടൈലല്ല, അത് കല്ലാണ്. ഇത് മരതകക്കല്ലാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. മരതകക്കല്ല് പതിച്ചിരിക്കുകയാണ് നിലത്തൊക്കെ. ജുഷ്ടം ചേർന്നത് വിദ്രുമവേദിഭി. പവിഴം കൊണ്ടുണ്ടാക്കപ്പെട്ട വേദികളുണ്ട്. വേദി എന്ന് പറയുന്നതിന് നമ്മുടെ ഫിറ്റ് ഔട്ട് പോലെ ഓരോ മുറിയിലും പുറത്തിറങ്ങിയിരിക്കാം. അവിടെ വിദ്രുമക്കല്ല് കൊണ്ട് ഫിറ്റ് ഔട്ട് ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഈ വിമാനത്തിൽ നിന്നും ചുറ്റും നോക്കി ഷോപ്പുകളൊക്കെ കാണാം. എത്ര ഭംഗിയായിട്ടൊരു വിമാനത്തെ കുറിച്ചാണ് പറയുന്നത്. വെറും സങ്കല്പമാണ് എന്ന് നമുക്ക് അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുറേശ്ശെ പ്രാവർത്തികമാക്കുമ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ ഇങ്ങനെ വിമാനം ഉണ്ടാക്കാമെന്ന വ്യാസന്റെ വാക്ക് സത്യം ആയേക്കാം. പകുതിയോളം ഇപ്പൊ ആയിട്ടുണ്ട്. അതുകൊണ്ട് തത്ര വിനിക്ഷിപ്തം നാനാശില്പോപശോഭിതം മഹാമരതകസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭി. തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മരതകസ്ഥല്യ വിദ്രുമവേദിഭിഃ ജുഷ്ടം. തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരതകസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭിഃ. തത്ര വിനിക്ഷിപ്ത നാനാശില്പോപശോഭിതം മഹാമരതകസ്ഥല്യാജുഷ്ടം വിദ്രുമവേദിഭിഃ. ദ്വാസു വിദ്രുമദേഹല്യാഭാതം വജ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭേരഥിശ്രുതം. ദ്വാസു ദ്വാരങ്ങളിൽ, വാതിലുകളിൽ. ദ്വാഹ എന്നുവെച്ചാൽ ദ്വാരം, വാതില്. ദ്വാസു വാതിലുകളിൽ. വിദ്രുമ ദേഹല്യാഹ പവിഴം കൊണ്ടുണ്ടാക്കിയ ദേഹലി. ഉമ്മറപ്പടി, പടി എന്ന് പറയാം. വാതിലിന് പടി ഉണ്ടാവില്ല ചവിട്ടിക്കയറാൻ. അങ്ങനെ ഈ വിമാനത്തിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? വിദ്രുമങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട സ്റ്റെപ്പുകളാണ്. വിദ്രുമദേഹല്യാ പാദം വജ്രകപാടവത്. അവിടെ വജ്രം പതിച്ച വാതിലുകളാണ്. കാരണം വാതിലുകൾ ബലിഷ്ഠങ്ങളാണ്, വജ്രം പോലെയാണ്. ആർക്കും അതിനെ മാറ്റാൻ പറ്റില്ല. അത്രയ്ക്ക് എന്താണ്, ഇരുമ്പൊന്നല്ല, പിന്നെന്താണ്, ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന
വാതിലുകളാണ്. വജ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭേരധിശ്രുതം. ഇന്ദ്രനീലേഷു ശിഖരേഷു, ഇന്ദ്രനീലക്കല്ലുകൾ പതിച്ച ഉപരിഭാഗങ്ങളിൽ മുകളിൽ ഹേമകുംഭേ പൊൻകുടങ്ങളാൽ അധിശ്രുത വയ്ക്കപ്പെട്ടതാണ്. മുകളിലത്തെ നിലകളിലൊക്കെ ഇന്ദ്രനീലക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയാണ് മുകളിലത്തെ നില. മുകളിലത്തെ നിലയുടെ തറയും തൂണും ഒക്കെ എന്താണ്? ഇന്ദ്രനീലക്കല്ലുകൾ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ശിഖരത്തിൽ സ്വർണം കൊണ്ടുള്ള കുടങ്ങൾ വെച്ചു. ഇപ്പൊ നമ്മള് ചെടിച്ചട്ടിയൊക്കെ വെച്ച് അലങ്കരിക്കുന്ന പോലെ അന്ന് സ്വർണ്ണക്കുടമാണ് എന്ത് ചെയ്യുന്നത്? ഓരോരോ ഭാഗത്ത് വെച്ച് അലങ്കരിക്കുന്നത്. ഇങ്ങനെ അലങ്കാര വസ്തുക്കൾ കൊണ്ട് നിറച്ചതാണ് ആ വിമാനം. ഒരു വീടായി. ഈ വിമാനം ഒരു വീടാക്കി അവർ താമസിക്കുകയാണ്. 3-4 നിലകളുടെ ഒരു വീട്. ആകെ 2 പേരേ ഉള്ളൂ. പക്ഷെ അവർക്ക് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ പാകത്തിന്. ദ്വാഫു പിതൃമദേഹല്യാപാദം ഭദ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭേരധിശ്രുതം. ദ്വാഫു പിതൃമദേഹല്യാപാദ ഭദ്രകപാടവത് ഇന്ദ്രനീലേഷു ശിഖരേഷു ഹേമകുംഭൈഃ അധിശ്രുതഃ. ദ്വാഫു പിതൃമദേഹല്യാപാദം ഭദ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രുതം. ദ്വാഫു വിദ്രുമദേഹല്യാപാദം ഭദ്രകപാടവത് ശിഖരേഷു ഇന്ദ്രനീലേഷു ഹേമകുംഭൈരധിശ്രുതം. ചക്ഷുഷ്മത് പത്മരാഗാഗ്രേ വജ്രഭിത്തിഷു നിർമ്മിതൈ ജുഷ്ടം വിചിത്രവൈതാനൈ മഹാർഹൈർ ഹേമതോരണൈഃ. ചക്ഷുഷ്മത് കണ്ണുകളുള്ളവയെ പോലെ, കണ്ണുള്ളതുപോലെ തോന്നിക്കുക. ചക്ഷുഷ്മത് പത്മരാഗ അഗ്രൈഹി, പത്മരാഗ് ശ്രേഷ്ഠങ്ങളായ പത്മരാഗങ്ങളുന്ന രത്നങ്ങൾ അത് കണ്ണുപോലെ തിളങ്ങുന്നതാണ്. എങ്ങനെയാണോ ഒരാളുടെ കണ്ണ് തിളങ്ങുന്നത് അതുപോലെയാണ് ഈ രത്നം തിളങ്ങുന്നത്. ചക്ഷുഷ്മത് പത്മരാഗ അഗ്രേഹി, അഗ്ര്യം ശ്രേഷ്ഠം. വജ്രഭിത്തിഷു നിർമ്മിതൈ, വജ്രങ്ങളുണ്ടാക്കിയ ഭിത്തികളിൽ നിർമ്മിച്ചിരിക്കുന്ന പത്മരാഗം കൊണ്ട് ഉള്ള തിളക്കമേറിയ വിഗ്രഹങ്ങൾ. ജുഷ്ടം ആശ്രയിച്ചത്, വിചിത്ര വൈതാനൈഹി, വിചിത്രങ്ങളായ വിധാനങ്ങൾ. വിധാനം നമ്മളിപ്പോ വിധാനിക്കാറുണ്ടല്ലോ, തോരണം കെട്ടി ഉണ്ടാക്കാറില്ലേ? അതിൻ്റെ അകത്തൊക്കെ വിധാനങ്ങളുണ്ട്. അതെങ്ങനെയാണ്? മഹാർഹൈഹി ഹേമതോരണൈഹി, നല്ല വിലപിടിപ്പുള്ള സ്വർണത്തോരണങ്ങളാണ്. ഇപ്പൊ കടലാസ് കൊണ്ടാണ് തോരണം കെട്ടുന്നത്. അവിടെ സ്വർണമാണ്. തോരണങ്ങളെല്ലാം സ്വർണം, അതിലെ ചരടും സ്വർണം. ഈ തോരണം അന്നേ ഉള്ളതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതല്ല. അലങ്കരിക്കാൻ വേണ്ടി തോരണം കെട്ടി തൂക്കുന്ന ഏർപ്പാടാണ്. ഇതൊക്കെ അന്ന് വിമാനത്തിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് അലങ്കരിച്ച് സുന്ദരാക്കിയിട്ടുണ്ട്. സ്വർണമയമാണ് മൊത്തം ആ വിമാനം. ചക്ഷുഷ്മത് പത്മരാഗാഗ്രേർ വജ്രഭിത്തിഷു നിർമ്മിതൈ ജുഷ്ടം വിചിത്രവൈതാനേർ മഹാർഹൈ ഹേമതോരണൈ. വജ്രഭിത്തിഷു നിർമ്മിതൈ ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈ വിചിത്രവൈതാനൈ മഹാർഹൈ ഹേമതോരണൈ ജുഷ്ടം. ചക്ഷുഷ്മത് പത്മരാഗാഗ്രേർ വജ്രഭിത്തിഷു നിർമ്മിതൈ ജുഷ്ടം വിചിത്രവൈതാനേർ മഹാർഹൈർ ഹേമതോരണൈ. ചക്ഷുഷ്മത് പത്മരാഗാഗ്രൈ വജ്രഭിത്തിഷു നിർമ്മിതൈ ജുഷ്ടം വിചിത്രവൈതാനേർ മഹാർഹൈർ ഹേമതോരണൈ. ഹംസപാരാവതൗ്രാതൈസ്തത്ര നികൂജിതം കൃതിമാൻ മന്യമാനൈസ്വാൻ അധിരൂഹ്യ ചാം. ഹംസ പാരാവതവ്രാതൈ, ഹംസങ്ങൾ അരയന്നങ്ങൾ, പാരാവതം പ്രാവുകൾ, അവയുടെ കൂട്ടം വ്രാതൈഹി തത്ര തത്ര നികൂജിതം. തത്ര തത്ര അവിടെവിടെ, നികൂജിതം ശബ്ദിക്കപ്പെട്ടത് എന്ന്.
ഈ വിമാനത്തിന്റെ അകത്ത് കുറെ പക്ഷികളുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഹംസമുണ്ട്, പ്രാവുണ്ട്. പക്ഷേ ഇത് ശബ്ദം ഉണ്ടാക്കും. എങ്ങനെ? കൃത്രിമമായ ശബ്ദം ഉണ്ടാക്കാം. ഇതൊക്കെ അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കി വെച്ചാൽ പോരാ, ഒന്ന് കീ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ആ പക്ഷി ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അങ്ങനത്തെ കൃത്രിമ പക്ഷികളെ ഈ വിമാനത്തിനകത്ത് ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹംസ പാരാവതപ്രാതേ തത്ര തത്ര നികൂചിതം കൃതിമാൻ മന്യമാനൈഹി. കൃതിമാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന, മന്യമാനൈഹി സങ്കല്പത്തിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, സ്വാൻ അധിരൂഹ്യ അധിരൂഹ്യചാം. സ്വാൻ മന്യമാനൈഹി സ്വന്തം ആൾക്കാരെ എന്ന് വിചാരിക്കപ്പെട്ടവയും, തത്ര തത്ര അധിരൂഹ്യച അതിൽ കയറിയിരിക്കുന്നതുമായ ഹംസങ്ങൾ, അതേപോലെ പാരാവതങ്ങൾ, ഇവകളെ കൊണ്ട് നിറഞ്ഞതാണ്. ആ വിമാനത്തിന്റെ ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുള്ള ചിത്രങ്ങൾ. ആ ചിത്രത്തിലെ ഹംസങ്ങളുണ്ട്, പാരാവതങ്ങൾ. ആ പക്ഷികളെ കണ്ടാൽ സ്വന്തം വീടാണെന്നുള്ള വിചാരത്തോടെ ഇരുന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ കൊത്തിവെച്ച് വന്നിരിക്കാന്ന് പക്ഷിക്ക് തോന്നുകയില്ല, നമുക്കും തോന്നില്ല. ഇന്നിപ്പം നമുക്ക് ആധുനിക നൂതന വിദ്യ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷികൾ ചിറകിട്ടടിക്കുന്നത്, ശബ്ദമുണ്ടാക്കുന്നത്, കരയുന്നത് ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമ്മൾ വിചാരിക്കും നേരാന്ന്, ചെയ്ത് നോക്കുമ്പോൾ നേരല്ല, അതൊക്കെ കൃത്രിമ പക്ഷികളാണ്. അങ്ങനെ അവിടെ ചെന്ന് പറന്നിരിക്കുന്ന ഹംസാദികളായ പക്ഷി സമൂഹങ്ങൾ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ചിത്രമായി മനോഹരമായി അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ഹംസപാലാപതവ്രാതേ നികൂചിതം കൃതിമാൻ മന്യമാനേ സ്വാൻ അധിരൂഹ്യ അധിരൂഹ്യചാം. കൃതിമാൻ സ്വാൻ മന്യമാനൈഹി തത്ര തത്ര അധിരൂഹ്യ. ഹംസപാരാവതപ്രാതൈഹി പൂജിതം. ഹംസപാരാവതപ്രാതൈ തത്ര തത്ര നികൂചിതം കൃതിമാൻ മന്യമാനൈ സ്വാൻ അധിരൂഹ്യ അധിരൂഹ്യചാം. ഹംസപാരാവതപ്രാതൈ തത്ര തത്ര നികൂചിതം കൃതിമാൻ മന്യമാനൈ സ്വാൻ അധിരൂഹ്യ അധിരൂഹ്യചാം. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാജിരൈ യഥോപജോഷം രചിതൈ വിസ്മാപനമിവാത്മനഃ. ഇനിയും ഈ വിമാനത്തിനകത്ത് വിഹാരസ്ഥാനം, പ്ലേ ഗ്രൗണ്ട്, കളിക്കാനുള്ള സ്ഥലം. കളിക്കണം തോന്നിയാൽ അതിൻ്റെ അകത്ത് ദീർഘമായൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും വിശ്രാമസ്ഥാനം, ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം വേറെ. സംവേശ പ്രാങ്കണാജിരൈഹി, സംവേശം ശയനഗ്രഹം, കിടപ്പുമുറികൾ. പ്രാങ്കണം ചുറ്റുമുള്ള സ്ഥലം, മുറ്റത്തിനും വീടിനും ഇടയ്ക്കുള്ള സ്ഥലം. അങ്ങനെ നമുക്ക് തിണ്ണ എന്ന് പറയാം. അജിരൈഹി, അജിരം മുറ്റം. യഥോപജോഷം ആഗ്രഹിച്ചതുപോലെ. രചിതൈഹി വിസ്മാപനമിവാത്മന ഉണ്ടാക്കിയത് ആത്മാനം തനിക്കും കർദമനും കൂടെ ആശ്ചര്യജനകമായി തീർന്നിരിക്കുന്നു ഈ ദിവ്യമായ വിമാനം. ഈ വിമാനം കണ്ട് ആശ്ചര്യപ്പെടുന്ന യോഗികൾ കർദമമുനിക്ക് ആശ്ചര്യത്തിന് അവകാശമില്ലാത്ത കൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് എന്ന് കർദമനെ കൂടെ ആശ്ചര്യപ്പെടുത്തിയ ഈ വിമാനം. അപ്പൊ പിന്നെ മറ്റുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് സാരം. കളിക്കാനുള്ള സ്ഥലം, വിശ്രമിക്കാനുള്ള സ്ഥലം, സുഖമായി കിടന്നുറങ്ങാനുള്ള അറകള്, മുറ്റം, പുറമുറ്റം, നടുമുറ്റം, ഇങ്ങനെ എല്ലാ തരത്തിലും എന്താഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സാധിക്കാൻ പാകത്തിന് വിമാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിഹാരസ്ഥാന വിശ്രാമ സംവേശ പ്രാങ്കണാജിരൈ യഥോപജോഷം രചിതേർ വിസ്മാപനമിവാത്മനാം. വിഹാരസ്ഥാനം, വിശ്രാമം, സംവേശം, പ്രാങ്കണം,
അജിരം യഥോപജോഷം രചിതൈഃ ആത്മനഃ വിസ്മാപനം ഇവ. വിഹാരസ്ഥാന വിശ്രാമ സന്ദേശപ്രാങ്കണാജിരൈ യഥോപജോഷം രചിതേർ വിസ്മാപനമിവാത്മനഃ. വിഹാരസ്ഥാന വിശ്രാമ സന്ദേശപ്രാങ്കണാജിരൈ യഥോപജോഷം രചിതേർ വിസ്മാപനമിവാത്മനഃ. ഈദൃഗൃഹം തത് പശ്യന്തീം നാദിപ്രീതേന ചേതസാം സർവഭൂതാശയാഭിജ്ഞം പ്രാവോചത് കർദമസ്വയം. ഈദൃഗൃഹം ഇങ്ങനെയുള്ള വീട്, തത് പശ്യന്തി അങ്ങനെയുള്ള ആ വീടിനെ കണ്ടുകൊണ്ട് നോക്കുന്ന ദേവഹൂതിയോട് നാദിപ്രീതേന ചേതസ അത്യധികമായി സന്തോഷിക്കാത്ത മനസ്സോടെ സർവഭൂത ആശയാഭിജ്ഞ എല്ലാ ജീവജാലങ്ങളുടെയും ആശയം അറിയുന്നവനായ കർദമൻ പ്രാവോചത് സ്വയം തന്നെത്താൻ പറഞ്ഞു കൊണ്ടു. പ്രകാരമുള്ള ആ ഒരു വീട് ഏറ്റവും പ്രീതി ഉണ്ടാക്കുന്ന ഈദൃക്കായ ഗൃഹം, അതിപ്രീതിയെ പ്രാപിക്കുന്ന മനസ്സോടു കൂടിയ ദേവഹൂതി ഈ വീടൊന്ന് നോക്കിക്കണ്ടു. അങ്ങനെ നോക്കുന്ന പത്നിയെ കണ്ടപ്പോൾ യോഗമഹിമ കൊണ്ട് സകല പ്രാണികളിലെയും അന്തർഗതം അറിയുന്നവനായ കർദമൻ ഇങ്ങനെ സ്വയമേവ പറഞ്ഞു. ഏതർഗൃഹം തത് പശ്യന്തിം നാദിപ്രീതേന ചേതസാം സർവഭൂതാശയാഭിജ്ഞ പ്രാവോചത് കർദമസ്വയം. ഈദൃ തദ്ഗൃഹം നാദിപ്രീതേന ചേതസാ പശ്യന്തിം സർവഭൂതാശയാഭിജ്ഞഃ കർദമഃ സ്വയം പ്രാവോചത്. ഈദൃഗൃഹം തത് പശ്യന്തിം നാദിപ്രീതേന ചേതസാം സർവഭൂതാശയാഭിജ്ഞ പ്രാവോചത് കർദമസ്വയം. ഈദൃഗൃഹം തത് പശ്യന്തിം നാദിപ്രീതേന ചേതസാം സർവഭൂതാശയാഭിജ്ഞ പ്രാവോചത് കർദമസ്വയം. നിമജ്യാസ്മിൻ ഹൃദേ ഭീരു വിമാനമിതമാരുഹാം ഇദം ശുക്ലകൃതം തീർത്ഥം ആശിഷം വ്യാപകം നൃണാം. ഇങ്ങനെയുള്ള വിമാനം വരുത്തി വെച്ചിട്ട് കർദമൻ ദേവഹൂതിയോട് പറഞ്ഞു, നിമജ്യ അസ്മിൻ ഹൃദേ, ഈ ബിന്ദു സരസ് എന്ന ഈ വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കുളിച്ചിട്ട് വിമാനം ഇതം ആരുഹ, ഈ വിമാനത്തിലൂടെ കയറിക്കോളൂ. ഈ ബിന്ദു സരസിലൊന്ന് മുങ്ങിക്കുളിച്ച് ശുദ്ധമായി ഈ വിമാനത്തിലൂടെ കയറിക്കോളൂ. ഇതം ശുക്ലകൃതം, ഇത് ശുക്ലനായ ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. തീർത്ഥം ആശിഷാം വ്യാപകം നൃണാം, ഇതൊരു തീർത്ഥമാണ്, മനുഷ്യരുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണമാണ്. ആശിഷാം വ്യാപകം നൃണാം, വ്യാപകം പൂർത്തീകരണം. നൃണാം മനുഷ്യരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് ഈ വിമാനം. ഇത് ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന കാരണം. നിമജ്ജാസ്മിൻ ഹൃദേ ഭീരു വിമാനമിതമാരുഹാം ഇതം ശുക്ലകൃതം തീർത്ഥം ആശിഷം വ്യാപകം നൃണാം. ഹേ ഭീരു, അസ്മിൻ ഹൃദേ നിമജ്യ ഇതം വിമാനം ആരുഹ ശുക്ലകൃതം ഇതം തീർത്ഥം നൃണാം ആശിഷാം വ്യാപകം. നിമജ്യസ്മിൻ ഹൃദേ ഭീരു വിമാനമിതമാരുഹാം ഇതം ശുക്ലകൃതം തീർത്ഥം ആശിഷം വ്യാപകം നൃണാം. നിമജ്യസ്മിൻ ഹൃദേ ഭീരു വിമാനമിതമാരുഹാം ഇതം ശുക്ലകൃതം തീർത്ഥം ആശിഷം വ്യാപകം നൃണാം. സാദത്ഭർത്തുസ്വമാദായ വചക്കുവലേക്ഷണാം പരജം ബിഭ്രതി വാസോ പീണീഭൂതാംശ്ച മൂർധജാൻ അങ്കഞ്ചമലവങ്കേന സഞ്ചന്നം ശമ്പളസ്തരം ആവിവേശ ഫരസ്വത്യാഫര ശിവജലാശയം. സാ അവൾ, ആ ദേവഹൂതി, തത് ഭർത്തുഹു വചഃ സമാദായ,
ഭർത്താവിന്റെ ആ വാക്കു സ്വീകരിച്ചിട്ട് കുവലയക്ഷണാഫ, കരിങ്കൂവളം പോലെ കറുത്ത കണ്ണുള്ളവളായ അവൾ, കുവലയക്ഷണാഫ തത് ഭർത്തുഹു വച സമാധായ, ഭർത്താവിന്റെ ഈ വാക്ക് കേട്ടിട്ട് പരജം വിഭ്രതീവാസു, ഫരജം ചെളി പിടിച്ച വസ്ത്രത്തെയും വേണീഭൂതാംശ മൂർധജാൻ, വേണി പോലെയായിരിക്കുന്ന കെട്ടുപിടഞ്ഞിരിക്കുന്ന തലമുടികളെയും, തലമുടി ജട പിടിച്ചൊരു വേണി പോലെ പുഴ ഒഴുകുന്നത് പോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള വേണീഭൂതമായ മൂർധജത്തോടും കൂടി അംഗം ച മലവങ്കേന സംഛന്നം ശമ്പളസ്തനം, അംഗം ച ശരീരം, ചെളിമൂടിയിരിക്കുന്ന ശരീരം, മലവങ്കേന സംഛന്നം ശമ്പളസ്തനം വിളർത്തിരിക്കുന്ന സ്ഥലം, വെളുത്ത് വിളറിയിരിക്കുന്ന സ്ഥലത്തെയും ബിഭ്രതി ധരിക്കുന്നവളായിട്ട് ആവിവേശ സരസ്വത്യാഹ ഫര ശിവജലാശയം, സരസ്വതീ നദിയുടെ ശിവജലാശയം, മംഗളകരമായ സുഖഭൂയിഷ്ടമായ വെള്ളം നിറഞ്ഞിരിക്കുന്ന പരഹ, ആ തടാകത്തിലേക്ക് പ്രവേശിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട്. ഭർത്താവിന്റെ ഈ വാക്ക് ആദരിച്ച് ബിന്ദു സരസിൽ മുങ്ങിക്കുളിച്ചിട്ട് വിമാനത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞ വാക്കിനെ അനുസരിച്ചിട്ട് അവൾ ഭർത്താവിന്റെ ആജ്ഞ വാക്കുകൾ കേട്ടിട്ട് പരജം വാസു വിഭ്രതി വീണീഭൂതാംശമൂർധജാൻ, ഫരജം ചെളി പിടിച്ച വസ്ത്രത്തെയും കെട്ടുപടഞ്ഞിരിക്കുന്ന മുടികളെയും, മലവങ്കേന സഞ്ചന്നം അംഗം ചെളി മൂടിയിരിക്കുന്ന ശരീരത്തെയും, ശമ്പളസ്തനത്തെയും വിഭ്രതി ധരിച്ചവളായിട്ട് തന്നെ. അവളിപ്പോൾ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ മലിനമാണ്. എത്രയോ ദിവസം ഒരു വസ്ത്രം ഉടുത്തിരിക്കുക, അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ല, വേറെ ഇല്ല, നോക്കുന്നില്ല. അതുകൊണ്ട് ചെളി പിടിച്ച വസ്ത്രം, അതേപോലെ ജട പിടിച്ച മുടി, മലഭംഗം കൊണ്ട് സഞ്ചിന്നമായ ശമ്പളസ്തനമുള്ള അംഗം, ഇതോടുകൂടി അവൾ സരസ്വതി നദിയിലേക്ക് ഇറങ്ങി മുങ്ങിക്കുളിക്കാൻ പോയി. പാദഭർത്തുസമാദായ വചക്കുവലേക്ഷണ പരജം ബിഭ്രതീവാസോ വീണീഭൂതാംശമൂർധജം, അംഗം ച മലവങ്കേന സംഛന്നം ശമ്പളസ്തനം ആവിവേശ സരസ്വത്യാ സരശിവജലാശയം. സാ കുവലേക്ഷണ ഭർത്തുഃ തദ്വചഃ സമാദായ പരജം വാസഃ വേണീഭൂതാൻ മൂർധജം ച മലവങ്കേന സംഛന്നം അംഗം ച ശമ്പളസ്തനം ബിഭ്രതി സരസ്വത്യാഃ ശിവജലാശയം പരഃ ആവിവേശ. സ്വാതത്ഭർത്തുസ്സമാദായ വചക്കുവലേക്ഷണ പരജം ബിഭ്രതീവാസോ വീണീഭൂതാംശമൂർധജം, അംഗം ച മലവങ്കേന സംഛന്നം ശമ്പളസ്തനം ആവിവേശ സരസ്വത്യാ സരശിവജലാശയം. സ്വാതത്ഭർത്തുസ്സമാദായ വചക്കുവലേക്ഷണ പരജം ബിഭ്രതീവാസോ വീണീഭൂതാംശമൂർധജം, അംഗം ച മലവങ്കേന സംഛന്നം ശമ്പളസ്തനം ആവിവേശ സരസ്വത്യാ സര ശിവജലാശയം. അങ്ങനെ ദേവഹൂതി മംഗളമായ വെള്ളമുള്ള സരസ്വതി നദിയിലേക്ക് മുങ്ങിക്കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ആ കുളിക്കുന്ന സീന് നമ്മൾ കാണണമെന്നില്ല. കുളിക്കട്ടെ, അവള് കുളിച്ചു വരട്ടെ, ഒരാഴ്ച കുളിച്ചോട്ടെ, ഭംഗിയായിട്ട് കുളിച്ച് ശുദ്ധമായി വേണം വിമാനത്തിൽ കയറാൻ. അതിനുള്ള ഇട നമുക്ക് കൊടുക്കാം, നമുക്ക് എന്നിവിടെ ഉപസംഹരിക്കാം. അതിനുശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.